പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസിം മുനീർ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യയെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പട്ടാളക്കാരുടെ മീറ്റിങ്ങിലാണ് ഈ ഫീൽഡ് മാർഷൽ അയാൾ അയാളുടെ ഭാഗം ഇന്നലെ വിശദമാക്കിയത്. അതിനു മുമ്പ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി, പാകിസ്ഥാനിലെ കാലാവസ്ഥാ മന്ത്രി, പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി, പിന്നെ ബിലാവൽ ഭൂട്ടോ, ഇന്ത്യയിൽ അണുബോംബിടണം എന്ന് പറഞ്ഞ ഊള, ഇവരൊക്കെ വന്ന് പലതരത്തിലുള്ള ഭീഷണിയാണ്. കാലാവസ്ഥാ മന്ത്രി പറഞ്ഞ മോദിയുടെ കൈവെട്ടുമെന്നാണ്. ഖ്വാജ ആസിഫ് എന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി പറഞ്ഞത് യുദ്ധം ചെയ്യും ഇന്ത്യയോടെന്നാണ്. എന്തിന്? വെള്ളം കൊടുത്തില്ലെങ്കിൽ. നമ്മുടെ നദിയിലെ വെള്ളം നമ്മൾ യുവമാർക്ക് കൊടുക്കണം. എങ്ങനെയുണ്ട്? സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് 1960 നെഹ്റു ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അതീതമായി പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ്. അത് ഇത്ര കാലവും നമ്മൾ ക്ഷമിച്ചു. പക്ഷേ ഈ നമ്മുടെ വെള്ളവും കുടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ ആളുകളെ കൊല്ലുന്ന പരിപാടി, അതും മതം ചോദിച്ച് കൊല്ലുന്ന പരിപാടി പഹൽഗാമിൽ നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞത് വേണ്ട, ഇനി നീ വെള്ളം കുടിക്കണ്ട. 2028 ആവുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത തരത്തിൽ നമുക്ക് സിന്ധു നദിയുടെയും പോഷക നദികളുടെയും വെള്ളം തടയാൻ കഴിയും. അത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ പലതവണ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നരേന്ദ്രമോദി പറഞ്ഞു, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. പലതവണ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്, കേട്ടില്ല. അവസാനം വന്ന് ഇപ്പോൾ പണി വാങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിമാർ 3 പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പട്ടാള മേധാവി വന്നിട്ട് ഇന്നലെ സൈനികരുടെ യോഗത്തിൽ വെള്ളം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇവൻ ഭൂമി കുഴിച്ചുണ്ടാക്കുമായിരിക്കും വെള്ളം. ഏതായാലും അവൻ പറഞ്ഞത് കേട്ട് നമ്മുടെ ഇന്ത്യ അങ്ങോട്ട് പേടിച്ചു പോയി കേട്ടോ. ശരി, വെള്ളം തന്നേക്കാമെന്ന് തീരുമാനിച്ചു. വെള്ളമല്ലേ പ്രശ്നം, നിൻ്റെ വെള്ളം തരാമെന്ന് തീരുമാനിച്ചു. ജമ്മു കാശ്മീരിലെ അബൻ ജില്ലയിൽ ഒരു ഡാമുണ്ട്, ബഹ്ലിഹാർ ഡാം. നമ്മൾ ഒരു കാര്യം ചെയ്തു, ഇവരൊക്കെ ഇത്രയും ചോദിച്ചതല്ലേ, ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും നമ്മൾ ചെയ്താലോ. അതുകൊണ്ട് നമ്മൾ ആ ബഹ്ലിഹാർ ഡാമിൻ്റെ 3 സ്പിൽവേ അങ്ങ് തുറന്നു കൊടുത്തു. കുത്തി ഒഴുകുകയാണ് വെള്ളം. റിസർവോയറിലെ 893 മീറ്റർ വരെ വെള്ളം എത്തി. നല്ല മഴയുണ്ട്. ഡോവ, കിഷ്താർ മേഖലയിലൊക്കെ നല്ല മഴയാണ്. അത് കാരണം ഒരു കാര്യം ചെയ്ത് ഡാം അങ്ങ് തുറന്നേക്കാം നമ്മൾ തീരുമാനിച്ചു. വിളിച്ചു പറയാനൊന്നും പോയില്ല. സാധാരണ വിളിച്ചു പറയും, എടേ പാകിസ്ഥാനികളെ, ഞങ്ങൾ ഈ ഡാം തുറക്കാൻ പോവുക കേട്ടോ, നിൻ്റെ കൂടും കുടുക്കുകയും ആട്ടിൻകുട്ടീനെയും പന്നിക്കുട്ടി, പന്നി പറ്റത്തില്ലല്ലോ, ഒക്കെ എടുത്തുകൊണ്ട് നീ എവിടുന്ന് മാറിക്കോ എന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ എന്ത് ചെയ്തു? ഖ്വാജ ആസിഫ്, ബിലാവൽ ഭൂട്ടോ, പിന്നെ ആ ക്ലൈമറ്റ് മന്ത്രി, പിന്നെ അസിം മുനീർ സാർ, ട്രംപിൻ്റെ കൂടെ കഞ്ഞി കുടിക്കുന്നവൻ, ഇവരൊക്കെ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങ് തുറന്നു. വെള്ളമല്ലേ, ദാ പിടിച്ചോ വെള്ളം. അങ്ങനെ വെള്ളം കുത്തി ഒഴുകുകയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക്. സിയാൽകോട്ട്, ഷോർകോട്ട് മേഖലകളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിലായി കഴിഞ്ഞു. ഇപ്പോൾ ദാ വീണ്ടും പാകിസ്ഥാനികൾ പറയുന്നു, ഇന്ത്യ കാണിക്കുന്ന മര്യാദകളാണ്, ഞങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. ചേടാ, ഇതെന്ത് കളിയാണ്? വെള്ളം തന്നില്ല, അണുവും വിടുമെന്ന് പറഞ്ഞു. വെള്ളം കൊടുത്തപ്പോഴോ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പ്രസ്താവന എന്താണെന്നറിയോ? വെള്ളത്തെ വെപ്പണൈസ് ചെയ്യുന്നു, ജലത്തെ ആയുധമാക്കുന്നു. ജലം കൊണ്ട് മുറിവേറ്റു എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ പാകിസ്ഥാൻ ജലം കൊണ്ട് മുറിഞ്ഞു. വെള്ളം ഇല്ല എന്ന് പറഞ്ഞവർ ഇത്രയും വെള്ളം വേണ്ടേ, ഈ വെള്ളം ഒന്ന് നിർത്താമോ, ആ ഡാമിൻ്റെ സ്പിൽവേ ഗേറ്റ് ഒന്ന് അടയ്ക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിയാണ്. പാകിസ്ഥാനിലെ താഴ്ന്ന പ്രദേശങ്ങൾ, പഞ്ചാബ് പ്രവിശ്യയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായാൽ പാകിസ്ഥാൻ്റെ ഇറിഗേഷൻ സംവിധാനം തകരും, വിളകൾ മുഴുവൻ നശിക്കും. പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽ നിന്ന് കരകയറാൻ എത്ര മാസമെടുക്കും? വെള്ളം അങ്ങോട്ട് ഇറങ്ങിപ്പോയാലോ? കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ തോതിൽ പകർച്ചവ്യാധികളുണ്ടാവും. അപ്പോൾ വെള്ളം നമ്മൾ ആയുധമാക്കുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നതിന് ഒരു ചെറിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെള്ളം ഒരു ആയുധമാണ്. മുമ്പ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ലോകത്തൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കും എന്നു പറഞ്ഞതുപോലെ. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്. ജലത്തിന് വേണ്ടി ആയിരിക്കും എന്നൊക്കെ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, വലിയ വലിയ ആളുകളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജലം ഒരായുധമായി നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കും. നമ്മുടെ പക്കൽ ആവശ്യത്തിന് നദികളുണ്ട്. സിന്ധുവും അതിൻ്റെ പോഷക നദികളും നമ്മുടെ രാജ്യത്തൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ്. ആ നദികളിലെ ജലം നമ്മൾ അണപോലും കെട്ടാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് കരാർ എഴുതി പാകിസ്ഥാന് കൊടുത്തതാണ്. വെള്ളിത്താലത്തിൽ വെച്ച് നെഹ്റു തമ്പുരാൻ കൊടുത്തതാണ്. അത് എങ്ങനെയെങ്കിലും ആ കരാറിൽ നിന്ന് പിന്മാറാനുള്ള കാരണങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. നമുക്ക് നമ്മുടെ എല്ലാ നദികളെയും സംയോജിപ്പിച്ചാൽ, നദീ സംയോജനം ഒരു പദ്ധതിയുണ്ട്, ഈ നദികളെല്ലാം കണക്ട് ചെയ്ത് ചില കനാലുകളൊക്കെ ഉണ്ടാക്കി നദികളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ രാജ്യത്തെ മുഴുവൻ നദികളെയും,
കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഒരിടത്തും വെള്ളപ്പൊക്കം ഉണ്ടാവത്തില്ല, വരൾച്ച ഉണ്ടാവത്തില്ല. കാരണം എല്ലാ നദികളിലേക്കും ഒരു നദിയിൽ കൂടുതൽ ജലമുണ്ടായാൽ ആ ജലം കനാലുകളിലൂടെ വഴിതിരിച്ച് മറ്റ് നദികളിലേക്ക് എത്തിയാൽ രാജ്യത്തിൻ്റെ കാശ്മീർ മുതൽ നമ്മുടെ കന്യാകുമാരി വരെ ജലം അവിരാമം അനുസ്യൂതം കിട്ടുന്നൊരവസ്ഥയുണ്ടാവും. ആ പദ്ധതി കുറേ കാലമായി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വെള്ളം ഒരു ആയുധമാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത പാകിസ്ഥാന് മാത്രം ഗുണമുണ്ടാക്കുന്ന സിന്ധു വാട്ടർ ട്രീറ്റി ഇനി എന്തിന് എന്ന് കരുതി നമ്മൾ സ്ക്രാപ്പ് ചെയ്തു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇത് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുക? കാരണം ഒരാൾ വന്നിട്ട് പറയുന്നു യുദ്ധം ചെയ്യും, പ്രധാനമന്ത്രിയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നു. അതായത് അയൽവക്കത്തൊരു പ്രധാനമന്ത്രിയുണ്ട്, അയാളുടെ ടാപ്പ് പൂട്ടി വെച്ചിരിക്കുകയാണ്, ഒരു തുള്ളി വെള്ളം തരത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ എങ്ങാനും ചെയ്താൽ കൈവെട്ടും എന്ന് പറയുന്നു. അതൊക്കെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയെക്കുറിച്ച് പറയാവുന്നതാണോ? എന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണല്ലോ എന്നൊക്കെ പരാതി പറഞ്ഞവരുണ്ട്. പാകിസ്ഥാൻ അത്രയ്ക്കുള്ള ബോധമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മളാരും അസീം മുനീറിൻ്റെ വിരൽ മുറിക്കും എന്നൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. നമുക്ക് വർത്തമാനം പറയുന്ന ശീലമില്ല, പ്രവർത്തിച്ചല്ലേ ഇന്ത്യക്ക് ശീലമുള്ളൂ. അതുകൊണ്ട് നമുക്കറിയാം എപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം നിങ്ങളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നു. ബഗ്ലിഹാർ ഡാമിൻ്റെ 3 സ്പിൽവേ ഗേറ്റുകൾ തുറന്നുകൊണ്ടാണ് ആ മറുപടി. സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ. സൈക്കിൾ അഗർബത്തിയുടെ പരസ്യം പോലെ സന്തോഷിക്കാൻ, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട് എന്ന് പറയുന്ന പോലെ സന്തോഷിക്കാൻ നമുക്കും ഒരു കാരണമുണ്ട്. അതിപ്പോൾ ഈ അണക്കെട്ടിലെ നീരൊഴുക്ക് സാധ്യമാകുന്ന തരത്തിൽ സ്പിൽവേ ഗേറ്റുകൾ തുറന്നിരിക്കുന്നു എന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. കാരണം നമ്മളെ ദ്രോഹിക്കുക എന്നത് മാത്രം ജീവിതവ്രതമാക്കിക്കൊണ്ട് കഴിയുന്ന ഒരു രാജ്യത്തിന് അത്യാവശ്യം അപകടമൊക്കെ പറ്റുമ്പോൾ കൈയടിക്കാതെ ഇന്ത്യ കയറാണ്. കാരണം പാകിസ്ഥാനിലുള്ള ആരും ഇന്ത്യ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയോട് മൂത്ത അസൂയയാണ്, കുശുമ്പാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം കണ്ടില്ല. ബംഗ്ലാദേശ് ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശികൾ ഇന്ത്യ തെറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ വിസ സർവീസ് ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ എംബസിയുടെ മുന്നിൽ കിലോമീറ്ററുകൾ ക്യൂ ആണ്. ഇവനൊക്കെ വന്ന് ഇവിടെ പ്രസവിക്കാൻ ഇവിടെ വരണം, ചികിത്സിക്കാൻ ഇവിടെ വരണം, പല്ല് പറിക്കണമെങ്കിൽ പോലും ഇന്ത്യയിൽ വരണം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അതിർത്തിക്കപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് തെറി പറയും. ഞാൻ ആലോചിക്കുകയായിരുന്നു, മമതാ ബാനർജിയുടെ പാർട്ടി ഉണ്ടല്ലോ TMC, അവർ തെരഞ്ഞെടുപ്പിൽ തോറ്റു ബംഗാളിൽ. പക്ഷേ തോറ്റ അവർ പ്രകടനം പോലും നടന്നില്ല. മമത തോറ്റതിന് പ്രതിഷേധ പ്രകടനം മുഴുവൻ നടക്കുന്ന ബംഗ്ലാദേശിലാണ്, വേറെ രാജ്യത്ത്. അപ്പോൾ മമത ശരിക്കും ആരുടെ മുഖ്യമന്ത്രിയായിരുന്നു? ബംഗാളിൻ്റെയോ ബംഗ്ലാദേശിൻ്റെയോ? മമത ഒരു നിശബ്ദ കരാർ പാലിച്ചിരുന്നു. മമത ഈ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കാനായിട്ട്, അതാണല്ലോ അവരുടെ ഡിഗ്രി, പഠിച്ചിരുന്ന സമയത്ത് മതം മാറ്റപ്പെട്ട പേരുകൊണ്ട് മാത്രം ഹിന്ദുവായി ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശാല ബംഗ്ലാദേശ് ഉണ്ടാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ജയ് ശ്രീറാം എന്ന് നിയമസഭയിൽ പ്രസംഗിക്കുന്നത് കേട്ട് ക്ഷുഭിതയാവുന്ന അവർ ജയ് ബംഗ്ല, ഇത് ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് മുജീബ് റഹ്മാൻ്റെ ആളുകൾ മുഴക്കിയ മുദ്രാവാക്യമാണ് ജയ് ബംഗ്ല. ആ മുദ്രാവാക്യമാണ് മമതാ ബാനർജി തൻ്റെ പാർട്ടിയുടെ മുദ്രാവാക്യം എടുത്തത്. അങ്ങനെ ബംഗ്ലാദേശിൻ്റെ മുദ്രാവാക്യം തൻ്റെ പാർട്ടിയുടെ മുദ്രാവാക്യമാക്കി എടുക്കുക വഴി അവർ പ്രഖ്യാപിച്ചത് അവർക്ക് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തോട് ഇസ്ലാമിനോടുള്ള നിരന്തരമായ പ്രണയമാണ്. ആ പ്രണയം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇത്തവണ കൂടി മമതാ ബാനർജി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ആലോചിക്കണം, മമതാ ബാനർജി കൊൽക്കത്ത ഹൈക്കോടതി അതീവ കർശനമായ നിർദ്ദേശം നൽകിയിട്ടാണ് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ വേലി കെട്ടാനുള്ള സ്ഥലം BSFന് വിട്ടുകൊടുക്കാൻ തയ്യാറായത്. എന്നിട്ടും ഹൈക്കോടതി ഉത്തരവിട്ടു. പക്ഷേ അത് കൈമാറാനുള്ള ഉത്തരവാദിത്തം പിന്നെ പുതിയ സർക്കാരിനാണ് വന്നത്. കാരണം ഒരിക്കൽ കഴിഞ്ഞ അവരുടെ ടേബിൾ ഒരിക്കൽ പോലും ബംഗ്ലാദേശിന് അതിർത്തിയിൽ വേലി കെട്ടാൻ BSFന് അനുവാദം കൊടുക്കില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഇവരുടെയൊക്കെ മനസ്സിലുള്ളത്. പാകിസ്ഥാൻ ജയിക്കണം, ബംഗ്ലാദേശ് ജയിക്കണം എന്നൊക്കെയാണ്. ഇപ്പോൾ ഇരുന്നിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് എൻ്റെ ആളുകൾ വന്ന് ഇയാളെ കൊന്നത് ഇങ്ങനെയാണോ, ഞാൻ വന്നിട്ട് എൻ്റെ ആളുകൾ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്ന മലയാളി, വിദ്യാസമ്പന്നനായ മലയാളി ഉള്ളപ്പോൾ മമതാ ബാനർജി, ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ച മമതാ ബാനർജി അങ്ങനെ കരുതുന്നതിൽ അതിശയമൊന്നുമില്ല. ഏതായാലും ഇന്ത്യ കൊടുക്കേണ്ട മറുപടി കൃത്യസമയത്ത് അതിൻ്റെ മുഴുവൻ കരുത്തും വ്യക്തമാക്കിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണുന്നു. ഇനി നമുക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രളയ വാർത്തകൾക്കായി കാത്തിരിക്കാം. അതും പ്രേക്ഷകരെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഉറപ്പായിട്ടും ചെയ്യണേ.